നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ.എം. എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകാനുള്ള മന്ത്രിസഭാ യോഗവും ഖജനാവിന് ചെലവ് കൂട്ടുകയാണ് ചെയ്യുക. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഒരാൾക്ക് ക്യാബിനറ്റ് പദവി നൽകുന്നത് ആദ്യമായാണ്. ഇതോടെ കെ.എം. എബ്രഹാം ചീഫ് സെക്രട്ടറിക്കും മുകളിലെത്തും. നിലവിൽ മന്ത്രിമാർക്ക് പുറമെ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് എന്നിവർക്കും ക്യാബിനറ്റ് പദവിയുണ്ട്. അതായത് മന്ത്രിസഭയ്ക്ക് പുറത്ത് ക്യാബിനറ്റ് റാങ്കുള്ള മൂന്നാമനാണ് കെ.എം. എബ്രഹാം എന്നർത്ഥം. കിഫ്ബിയുടെ മസാല ബോണ്ട് ക്രമക്കേടിൽ ഐസക്കും എബ്രഹാമും അറസ്റ്റ് ഭീതിയിലാണ്. ഇഡിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കാൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഇരുവരും. ഹൈക്കോടതി തള്ളിയാൽ സുപ്രീം കോടതിയിൽ പോകാനാണ് ഇരുവരുടെയും നീക്കം. അറസ്റ്റ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും എന്നതുകൊണ്ടും ക്യാബിനറ്റ് റാങ്ക് തരണമെന്നും മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചതും എബ്രഹാം തന്നെ. ക്യാബിനറ്റ് റാങ്കുള്ളവരെ ചോദ്യം ചെയ്യുന്നതിന് സർക്കാരിന്റെ അനുമതി വേണം. അറസ്റ്റ് ചെയ്യുന്നതിന് ഗവർണറുടെ അനുമതിയും വേണം. എബ്രഹാമിന് ക്യാബിനറ്റ് റാങ്ക് നൽകുന്നത് വഴി 3 കോടിയുടെ അധിക ബാധ്യതയാണ് ഖജനാവിനുണ്ടാകുന്നത്. പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെ 25 പേഴ്സണൽ സ്റ്റാഫുകൾ, 12 താൽക്കാലിക ജീവനക്കാർ എന്നിവരെ എബ്രഹാമിന് നിയമിക്കാം. കിഫ്ബിയിൽ ജോയിന്റ് ഫണ്ട് മാനേജറായിരുന്ന ആനി ജൂല തോമസ് എബ്രഹാമിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി എത്തുമെന്നാണ് ലഭിക്കുന്ന സൂചന. ഇവർക്ക് അടുത്തിടെ IAS കൺഫർ ചെയ്ത് കിട്ടിയിരുന്നു. പേഴ്സണൽ സ്റ്റാഫുകൾക്ക് 2 വർഷം കഴിഞ്ഞാൽ ആജീവനാന്തം പെൻഷനും ലഭിക്കും. ഔദ്യോഗിക വസതിയും വാഹനവും ലഭിക്കും. വാഹനത്തിന് മുന്നിൽ പൈലറ്റ് വാഹനവും ഉണ്ടാവും. 5ഓളം പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാരെയും നിയമിക്കാം. 1 കിലോമീറ്റർ എബ്രഹാം സഞ്ചരിച്ചാൽ 15 രൂപ യാത്രപ്പടിയായും ലഭിക്കും. 2018 ചീഫ് സെക്രട്ടറിയായി വിരമിച്ചതിനു ശേഷം 3.50 ലക്ഷം രൂപയ്ക്ക് കരാർ നിയമനത്തിൽ കിഫ്ബി സിഇഒയായി പ്രവർത്തിക്കുകയായിരുന്നു എബ്രഹാം. 65 വയസ്സ് കഴിഞ്ഞാൽ സിഇഒ കസേരയിലിരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ചട്ടം. അതുകൊണ്ട് തന്നെ DEO പ്രായപരിധി 65-ൽ നിന്ന് 70 മുഖ്യമന്ത്രിയെ കൊണ്ട് എബ്രഹാം തീരുമാനമെടുപ്പിച്ചു. മന്ത്രിമാർക്ക് തുല്യമായ പദവിയിലെത്തുന്നതോടെ അദ്ദേഹത്തിന് ആവശ്യമെങ്കിൽ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കാം. യാത്രാപ്പടി, താമസം, സുരക്ഷ എന്നിവയിലും മാറ്റമുണ്ടാകും. ഇതെല്ലാം ഖജനാവിന് ബാധ്യത കൂട്ടും. ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ എബ്രഹാം നൽകിയ സ്തുത്യർഹ സേവനം കണക്കിലെടുത്താണ് പദവിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു. ചർച്ചകളിലേക്ക് കടക്കാതെ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്തു. കേരളത്തിലെ 2 മുൻ ചീഫ് സെക്രട്ടറിമാർ പുനർനിയമനത്തിലൂടെ പെൻഷൻ അടക്കം വാങ്ങുന്നത് മാസം 5 ലക്ഷത്തോളം രൂപയാണ് എന്നതാണ് വസ്തുത. അതിലൊരാളാണ് കെ.എം. എബ്രഹാം. ഈ ഉദ്യോഗസ്ഥരാണ് ക്യാബിനറ്റ് പദവി കൂടി നൽകുന്നത്. ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള അതേ ശമ്പളം പെൻഷനൊപ്പം വാങ്ങുന്നത് ചട്ടവിരുദ്ധമാണെന്നാണ് ആക്ഷേപം. അഖിലേന്ത്യാ ഉദ്യോഗസ്ഥരുടെ സർവീസ് ചട്ടത്തിലെ 4(2) വകുപ്പ് അനുസരിച്ച് വിരമിച്ചവർ പുനർനിയമന കാലത്ത് പെൻഷൻ വാങ്ങാൻ പാടില്ല. സൈനികർക്ക് മാത്രമേ ഇളവുള്ളൂ. കേന്ദ്ര ചട്ടം മറികടക്കാൻ സംസ്ഥാന സർവീസ് ചട്ടമായ KSRൽ സർക്കാർ ഇളവ് നൽകുകയായിരുന്നു. വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് പുനർനിയമനം നൽകുമ്പോൾ പെൻഷൻ കഴിച്ചുള്ള തുകയെ നൽകാറുള്ളൂ. ലോകായുക്തയിലും മനുഷ്യാവകാശ കമ്മീഷനിലും അടക്കം നിയമിതരായ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസുമാർക്കും പോലും ഇങ്ങനെയാണ് നൽകുന്നത്. എന്നാൽ കെ.എം. എബ്രഹാമിന് വൻ തുക ഇപ്പോൾ പ്രതിമാസം കിട്ടുന്നുണ്ട്. അക്കാദമിക മികവ് കൂടി കണക്കിലെടുത്താണ് ഇതെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ക്യാബിനറ്റ് പദവിയിൽ എത്തിയ കെ.എം. എബ്രഹാം ജീവനക്കാരെ നിയമിക്കുമോ എന്നതും നിർണായകമാണ്. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുൻ ചീഫ് സെക്രട്ടറിയുമാണ് ഡോക്ടർ കെ.എം. എബ്രഹാം. കിഫ്ബിയുടെ സിഇഒ എന്ന പദവിക്കൊപ്പം KDISCന്റെ ചെയർമാൻ കൂടിയാണ് കെ.എം. എബ്രഹാം. നിർണായക ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തിയെന്ന നിലയ്ക്കാണ് എബ്രഹാമിന് പിണറായി സർക്കാർ ക്യാബിനറ്റ് പദവി നൽകുന്നത്. 1982 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. കേരള സർവകലാശാലയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ BTechഉം കാൺപൂർ IITയിൽ നിന്ന് MTechഉം നേടിയ ശേഷം അമേരിക്കയിലെ മിഷിഗൻ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. 2008 മുതൽ 2011 വരെ സെബി അംഗമായിരുന്നു. അമേരിക്കയിൽ നിന്ന് തന്നെ CFI അതായത് ചാർട്ടേഡ് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് നേടിയ എബ്രഹാം സ്റ്റാൻഫോർഡ്, ജോൺ ഫ്രാപ്കിൻസ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, ലോസ് ആഞ്ചലസ് എന്നിങ്ങനെയുള്ള ലോകോത്തര സർവകലാശാലകളിൽ നിന്ന് വിവിധ വിഷയങ്ങളിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും പാസ്സായിട്ടുണ്ട്. മെഷീൻ റീഡിംഗ്, ബിഗ് ഡേറ്റ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്
എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ് എന്നിങ്ങനെ എബ്രഹാം പഠിച്ച വിഷയങ്ങളുടെ എണ്ണം ഏറെയാണ്. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം തുടങ്ങിയ എബ്രഹാം ആലപ്പുഴ കളക്ടറായും സിവിൽ സർവീസുകാരൻ എന്ന നിലയിൽ ശോഭിച്ചു. IAS എന്ന നിലയിൽ കേരളത്തിലെ സർക്കാർ സംവിധാനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെയാണ്. സംസ്ഥാന ധനകാര്യ വകുപ്പിന് ഇന്ന് കാണുന്ന രൂപവും ഭദ്രതയും നൽകിയതും എബ്രഹാം തന്നെ. ട്രഷറി ഇടപാടുകൾ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തെന്നും സർക്കാർ ജീവനക്കാരുടെ മുഴുവൻ വിവരങ്ങളും ശമ്പള വിതരണവും സ്ഥലവും മാറ്റവും എല്ലാം കമ്പ്യൂട്ടറിലാക്കിയതും എബ്രഹാമിന്റെ ഉത്സാഹത്തിലായിരുന്നു. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൽ ആദ്യം കമ്പ്യൂട്ടറുമായി വന്ന ഉദ്യോഗസ്ഥരും അദ്ദേഹം തന്നെ. 1986 കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെ പ്രതിഷേധം നടക്കുമ്പോഴായിരുന്നു അത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഒരു കമ്പ്യൂട്ടർ നയം തയ്യാറാക്കി അന്നത്തെ ചീഫ് സെക്രട്ടറി V രാമചന്ദ്രന് സമർപ്പിക്കുകയും ചെയ്തു. 1996 നായനാർ സർക്കാരിന്റെ കാലത്ത് ധനകാര്യ സെക്രട്ടറി ആയിരിക്കെ മോഡേണൈസിംഗ് ഗവൺമെന്റ് പ്രോഗ്രാം എന്ന പദ്ധതിക്ക് നേതൃത്വം നൽകി. അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്ന പേരിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു നൈപുണ്യ വികസന പദ്ധതിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങി. ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇതിന്റെ ഗുണഭോക്താക്കളായി മാറിയത്. 1996 തന്നെയാണ് കേരളത്തിന് ആദ്യമായി വിദേശ ഫണ്ടിംഗ് ലഭിച്ചത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയമായിരുന്നു അത്. ഇതിനു പിന്നിലും എബ്രഹാമിന്റെ ഇടപെടലുണ്ടായിരുന്നു എന്നാണ് പിണറായി സർക്കാരിന്റെ വിലയിരുത്തൽ. നന്ദി.